ഹലോ ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനൊരു വണ്ടി കണ്ടു. അപ്പോൾ ആ വണ്ടി ചുമ്മാ അങ്ങ് വിടാൻ തോന്നിയില്ല. ഞാൻ ഫോളോ ചെയ്തു. ആൾ കുറച്ച് സ്പീഡിലായിരുന്നു. അതുകൊണ്ട് ആളുടെ പിന്നാലെ പോയി ആളുടെ വണ്ടിയുടെ പിന്നിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളീനെ ആ ഫോണിൽ വിളിച്ച്, ചേട്ടാ ഞാൻ ഇങ്ങനെ പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, വണ്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ചേട്ടൻ ഫ്രീ ആണെങ്കിൽ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പുള്ളീനെ പിടിച്ച് നിർത്തി എടുത്തൊരു വീഡിയോ ആണ്. ഈ വണ്ടി ടാറ്റയുടെ മാജിക് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. CNGയിലാണ് വരുന്നത്. ഇതിന് എനിക്ക് അട്രാക്റ്റീവായിട്ടൊരു തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള റൂഫ് മൗണ്ടഡ് AC. അത് നമ്മുടെ 12 വോൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന റൂഫ് മൗണ്ടഡ് AC. എൻജിനിൽ നിന്ന് പവർ എടുക്കുന്നില്ല, ഓൾട്ടർനേറ്റർ പവർഡാണ്. നമ്മുടെ നോർമൽ ഒരു പവർഫുൾ ബാറ്ററി ഉണ്ടെങ്കിൽ ആ AC യൂണിറ്റ് റൺ ആവുന്നതാണ്. കറക്റ്റ് CNGയുടെ സ്പേസ് തന്നെ ഉള്ളൂ അല്ലേ? ഈ വാഹനം പവർ ചെയ്യുന്നത് ഒരു 694cc 2 സിലിണ്ടർ എഞ്ചിനാണ്. അറൗണ്ട് ഒരു 25 bhp പവറുണ്ട്. 49 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. ഇദ്ദേഹമാണ് ഈ വാഹനത്തിൻ്റെ ഓണർ, ജിമ്മി ചേട്ടൻ. ഇതാണ് പുള്ളിയുടെ നമ്പർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 10 സീറ്റർ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിക്കാവുന്നതാണ്, ഓട്ടം പോകാനൊക്കെ. വണ്ടി വളരെ സൈലന്റ് ആണ് കേട്ടോ. വണ്ടി കുഴപ്പമൊന്നുമില്ല, സൗണ്ട് മറ്റേ ഡീസൽ അല്ലാത്തോണ്ട് ഇത് CNGയിലാണല്ലോ. മറ്റേതുപോലെ ഇപ്പൊ CNG കത്തി കിടക്കുമ്പോ ഇത് CNGയിലാണ്. ഇനിയിപ്പോ പെട്രോളിലേക്ക് മാറ്റണേ, ഇതേ വണ്ടി പെട്രോളിലേക്ക് ഇതുണ്ടത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ CNGയിലേക്കായി. പരമാവധി CNGയിൽ ഓർഡർ ചെയ്യണം. എത്ര കിലോമീറ്റർ ഓടി? 1473. എത്ര നാളായി എടുത്തിട്ട് വെച്ചാൽ മാർച്ച് നമ്മുടെ ഇലക്ഷന്റെ എടുത്തോണ്ട് പിന്നെ ഇവിടെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അധികം ഒന്നും ഓടിയിട്ട്. AC യൂണിറ്റ് അങ്കമാലിയിലാണ് ചെയ്തത്. അത് കുഴപ്പമില്ല. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല നമ്മളങ്ങ് ബാറ്ററിയുടെ ഇതുണ്ട്. അതെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഇപ്പം ബാറ്ററി AC ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പവർ 35 വാട്ട്സിന്റെ വെച്ചേക്കണം, കമ്പനി വെച്ചേക്കണം. അപ്പൊ അതില് നമുക്ക് ഇത് ആവില്ലാത്തതുകൊണ്ട് നമ്മളത് മാറ്റി ഇത് കൊടുക്കുക. ഓക്കെ, വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ട്, സെറ്റ് കയറ്റിയിട്ടുണ്ട്, 4 ബോക്സ്, എല്ലാ സംഭവം ഉണ്ട്. നിന്റെ ഒരു കുറവ് അല്ല, ഞാൻ ഇങ്ങനെ വണ്ടി ഓടി പോകണോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ മാക്സിമം കാണാറ്, അപ്പൊ ഇത് കണ്ടപ്പോ ഇത് എന്ത് പണിത് ഇറക്കിയതാണ്. പിന്നെ AC യൂണിറ്റ് മുകളിൽ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. ഇനിയിപ്പോ ഒരു ബമ്പർ, ബാക്കിലൊരു ബമ്പർ വരാനുണ്ട്, കോണി വരാനുണ്ട്, പിന്നെ ഒരു കാരിയർ വരാനുണ്ട്. അതൊക്കെ MVD അലോ ചെയ്യോ? ഇപ്പൊ കുഴപ്പമില്ല, സർക്കാരിൽ അധീശം പറഞ്ഞിട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾട്രേഷൻ ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതി ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ചേട്ടാ വണ്ടി നല്ല നീറ്റായിട്ട് കണ്ട്, അപ്പൊ അത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി കയറിയതാണ്. വണ്ടി അടിപൊളിയുണ്ട്. എന്തായാലും ഓട്ടോ ഒക്കെ ഉഷാറാവട്ടെ. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ ഇങ്ങനത്തെ AC ഓപ്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ശരിക്കും കമ്പനി അങ്ങനെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് ജിമ്മി ചേട്ടനൊക്കെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂണിറ്റൊക്കെ വാങ്ങി വണ്ടിയിൽ ഫിക്സ് ചെയ്യേണ്ടി വരുന്നത്. പുള്ളി ഇട്ടിട്ടുള്ള എഫേർട്ടിനെ നമ്മൾ എന്തായാലും മാനിക്കണം. പുള്ളിയുടെ പാസഞ്ചേഴ്സിനൊക്കെ എന്തായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പുള്ളി ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ജിമ്മി ചേട്ടൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾ പുള്ളീനെ ഓട്ടം വിളിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒരു 10 സീറ്റർ റിക്വയർമെൻ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പറിൽ വിളിച്ച് പുള്ളി അവൈലബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.